നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ചെടികളെല്ലാം വളരാൻ. അപ്പോൾ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ചെടികൾക്കെല്ലാം നമുക്ക് ഇടാൻ പറ്റുന്ന വളമാണിത്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഓരോന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. എല്ലാ ചെടിയും വളരും. കൃഷി ഒരിക്കലും നഷ്ടമല്ല. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരു കർഷകനോടും പഠിപ്പിക്കുന്നില്ല. ചെങ്ങന്നൂർ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേക കാരണമുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ഇടാനുണ്ടായ പ്രത്യേകമായിട്ടൊരു കാര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എന്താ ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ഇവിടെ വളം ഉണ്ടാക്കുകയാണ്. നമ്മുടെ നേഴ്സറിയിലുള്ള ചെടികൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വളമാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വളം നമ്മൾ മറ്റുള്ളവർക്ക് ഇവിടുന്ന് കൊടുക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ എത്ര വേണമെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ പോട്ടിംഗ് മിക്സ് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം. പോട്ടിംഗ് മിക്സ് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ പ്രോസസ്സ് ചെയ്താണ് അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നല്ല ഇടഞ്ഞ മണ്ണെടുത്ത് ഏകദേശം ഒരു 1.5 മാസം എടുത്താണ് നമ്മൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് മിതമായ നിരക്കിൽ നമുക്ക് ലഭ്യമാക്കാനും പറ്റും. അപ്പം ആദ്യം നമുക്ക് ഈ വളത്തിലേക്ക് തന്നെ കടന്നു വരാം ഇന്ന്. അപ്പം ഞാൻ ഇന്നിപ്പം രാവിലെ വളക്കടയിൽ പോയി വളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു. ആ ആൾ പറഞ്ഞു, എനിക്ക് വാഴക്കിടാൻ വേണ്ടിയിട്ട് 4 കിലോ ഫാക്ടംബോസും 2 കിലോ യൂറിയയും താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഈ വളമിടാനുള്ള കാര്യം എന്താ? അപ്പോൾ എന്നോട് പറഞ്ഞു, കൃഷിഭവനിൽ നിന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചിട്ടോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ട് പറയുക, കൃഷിഭവനിൽ നിന്ന് പറഞ്ഞു എന്നുള്ള എൻ്റെ രേഖയൊന്നുമില്ല. ആ ആൾ അവിടെ കണ്ടു, ആൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ തുറന്ന് പറയുക. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ പറഞ്ഞു കൊടുക്കുന്നവർ ആ രീതിയിലുമല്ല ചെയ്യുന്നത്. 46% നൈട്രജനുള്ള യൂറിയയും പിന്നെ 20% നൈട്രജനുള്ള ഫാക്ടംബോസും കൂടെ ചേർന്നാൽ എത്ര ശതമാനമായി? അത്രയും ഒരു ചെടിക്ക് ഈ നൈട്രജൻ്റെ ആവശ്യമുണ്ടോ? നൈട്രജൻ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ചെടികൾക്ക് കിട്ടുന്ന ഒരു മൂലമാണ്. വായുവിൽ ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ മഴക്കാലത്ത് മഴ പെയ്യുമ്പോഴൊക്കെ ധാരാളം ഇടിമിന്നലേക്കുമ്പോഴൊക്കെ ധാരാളം ഭൂമിയിലേക്ക് വരുന്ന ഒരു മൂലകമാണ് ഈ നൈട്രജൻ. അപ്പോൾ പിന്നെ ഈ നൈട്രജൻ വാരി ഇടാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ ചെടികളെല്ലാം കരിഞ്ഞു പോകും, കാര്യം ഇതിങ്ങനെ വാരിയിട്ടാൽ. അതും 10-15 വാഴയ്ക്കാണ് ഇത്രയും വളം. ഞാൻ പറഞ്ഞു അത് കുറഞ്ഞ അളവിൽ ഇന്ന രീതിയിൽ അത് കൊടുക്കുക, ഫാക്ടംബോസ് മാത്രം മതി, അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി പൊട്ടാഷ്യം കൂടെ ചേർത്ത് വളം കൊടുക്കുമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അത് വാങ്ങിച്ചുകൊണ്ട് പോകാനിടയായി. അത് കാരണമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം. ആദ്യമായിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ടൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ വളം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ടല്ലോ, ഈ വളം ഉണ്ടാക്കുന്ന കമ്പനികൾ എല്ലാവരും അവരുടെ വളങ്ങൾ നല്ലതായിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവർക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം, ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരു കർഷകനോടും പഠിപ്പിക്കുന്നില്ല. യഥാർത്ഥത്തിൽ മരുന്ന് കമ്പനിക്ക് തുല്യമാണ് ഈ വളക്കമ്പനി. പക്ഷേ ഇത് മരുന്ന് കമ്പനിക്കെല്ലാം ആരുണ്ട്? മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. അവർ പോയിട്ട് ഡോക്ടറോട് പറഞ്ഞു കൊടുക്കും. സെയിം ശൃംഖലയാണ്. അവർ പോയിട്ട് ഡോക്ടറോട് പറഞ്ഞു കൊടുക്കും. ഡോക്ടർ മരുന്ന് എഴുതും, മെഡിക്കൽ സ്റ്റോറിൽ വരും, മെഡിക്കൽ സ്റ്റോറുകാരൻ കറക്റ്റ് മരുന്ന് കൊടുക്കും. അത് രോഗി കഴിക്കും, അവന് സുഖമാവും. ശരിയാണെന്നല്ലേ ഞാൻ പറയുന്നത്? അപ്പോഴേ ഇവിടെയും യഥാർത്ഥത്തിൽ ആ ശൃംഖലയാണ് ഉണ്ടാവേണ്ടത്. ആ ശൃംഖല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം, പക്ഷേ പ്രാക്ടിക്കൽ ആവുന്നില്ല, പ്രാബല്യത്തിൽ വരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ഇത് വാങ്ങിക്കാൻ ചെന്ന് ഇത് വാങ്ങിക്കുമ്പോൾ ആ കടക്കാരൻ ചേട്ടൻ പറഞ്ഞ് തിരുത്തിയില്ല. കാരണം എന്താ? ആ പുള്ളിക്കും അറിയത്തില്ല. ആ പുള്ളിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്തുവാ? പൈസ ഗിന്ന, പണം എണ്ണി പെട്ടിക്കകത്ത് ഇടുക. അതൊഴിച്ച് ഒരു കാര്യം ആ പുള്ളിക്കും അറിയത്തില്ല. വരുന്ന പ്രശ്നം മനസ്സിലായോ? അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് ഇത് വളമുണ്ടാക്കുന്ന ജൈവവള കമ്പനി ആവട്ടെ, രാസവള കമ്പനി ആവട്ടെ, അവരിലേക്ക് ഇത് എത്തിച്ചേർന്നിട്ട് അവരവരുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് അതിനെ യൂട്യൂബിൽ വീഡിയോസായിട്ടോ അല്ലെന്ന് വരിയിൽ വീഡിയോസ് ഇടാൻ പറ്റത്തില്ലെന്ന് വരിയിൽ നേരെ യൂട്യൂബ് വേണ്ട, അല്ലാതെ അതിൻ്റെ പേപ്പർ പാംലെറ്റ് അടിക്കുക. എന്നിട്ട് എങ്ങനായാലും കൃഷിക്കാരിൽ അത് എത്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കൃഷിക്കാരിൽ ഇതിൻ്റെ കുഴപ്പം എന്താണ്, എങ്ങനെയാണ് വളം ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എങ്ങനെ വളം ഇടണം, ഇത്രയും കാര്യങ്ങൾ
കറക്റ്റായിട്ട് നമ്മൾ കൃഷിക്കാരിൽ എത്തിക്കണം. അതിനുള്ള നടപടി ഈ എല്ലാ FSCT ആവട്ടെ, വിജയ് ആവട്ടെ, വലിയ വലിയ കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട്. പോരാഞ്ഞ് അപ്ടെക് പോലുള്ള ജൈവവള കമ്പനികളുണ്ട്. ഇവരെല്ലാവരും ഒരുപോലെ ഈ ഒരു കാര്യത്തിൽ അവരവരുടേതായ ചാനലുകളിൽ അവരവരുടെ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എല്ലാത്തിനെക്കുറിച്ചും ഓരോ വീഡിയോ ഇട്ടിടാമെങ്കിൽ എത്രയോ തലമുറകൾക്ക് അത് ഉപയോഗിക്കപ്പെടുമെന്നറിയാമോ? ഈ യൂട്യൂബിനകത്തിരുന്ന വീഡിയോ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ചിലപ്പോൾ 10 തലമുറ കഴിഞ്ഞാൽ പോലും ഒരാളെടുത്ത് നോക്കുകയാണ്, ഞാൻ എൻ്റെ ചെടിക്കകത്ത് അന്നും 10 തലമുറ ഇവിടെ ഉണ്ടെങ്കിൽ അന്നും ആഹാരം കഴിക്കണമെങ്കിൽ ധാന്യങ്ങൾ തന്നെ വേണം. ഈ ധാന്യം ഉണ്ടാകണമെങ്കിൽ അന്ന് എന്ത് ചേർത്താലേ പറ്റുള്ളൂ. ഇതിന് പുതുമ നശിക്കുന്നില്ല. കൃഷിക്കുള്ള പ്രത്യേകത ഏതാണ്? പുതുമ നശിക്കുന്നില്ല. അപ്ഡേഷൻ ചിലത് ഉണ്ടാവും എങ്കിൽ പോലും അതെന്നും ആ ബേസിക്കായിട്ടുള്ളത് അത് തന്നെ ഉണ്ട്. ഇപ്പം STD ബൂത്ത് ഉണ്ടായിരുന്നു, നിന്നുപോയി. അതുപോലെ ഒരിക്കലും വളക്കമ്പനിയോ വളമോ നിന്നു പോകത്തില്ല. കാരണം എന്താ? മനുഷ്യരുള്ളിടത്തോളം കാലം, ചെടികളുള്ളിടത്തോളം കാലം, പ്രകൃതിയിൽ ജീവജാലങ്ങളുള്ളിടത്തോളം കാലം എന്തുണ്ടാവണം? കൃഷി ഉണ്ടായാലേ പറ്റുള്ളൂ. കൃഷി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വളം വേണം. അങ്ങനെയാണെങ്കിൽ ഈ നൈട്രജനാണ് അതിൻ്റെ മൂലകം. ഒരിക്കലും ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്ന ബേസിക് മൂലകം മാറി വേറൊരു മൂലകം ആകാൻ പോകുന്നില്ല. ഈ മൂലകങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നിടുന്നൊരു വീഡിയോ 100, 1000, 2000, 10,000 കൊല്ലം കഴിഞ്ഞാലും അന്നും ഇത് പുതിയ വീഡിയോയ്ക്ക് തുല്യം തന്നെയാണ്, മാറ്റമില്ല. അതുകൊണ്ട് ദയവായിട്ട് എല്ലാ കമ്പനിക്കാരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം. അതെൻ്റെ ഒരു വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്. അത്യാവശ്യമാണ്. കാരണം എന്നെപ്പോലൊരാൾക്ക് ഇത് എത്തിക്കുന്നതിനേക്കാൾ എത്രയോ ആധികാരികമാണ് ഫാക്ടം ബോസിലെ ഒരു MDO അല്ലെങ്കിൽ അവിടുത്തെ ഒരു സീനിയറായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ അതിനെക്കുറിച്ച് പറയുന്നത്. പറഞ്ഞു വന്നത് ബാക്കി പറയാം. അപ്പം ഈ മെഡിക്കലിൻ്റെ ലൈൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇതും ഒരു ശൃംഖലയാവണം. മരുന്ന് കമ്പനിയുടെ ആളുടെ കൂട്ട് തന്നെ നമ്മുടെ ഈ വളക്കമ്പനിയുടെ ആളാവണം. വളക്കമ്പനിക്കാരൻ എന്ത് ചെയ്യണം? റെപ്രസെൻറ്റേറ്റീവിനെ വിടണം. ഈ റെപ്രസെൻറ്റേറ്റീവ് കടക്കാരനെ ഇത് പഠിപ്പിക്കണം. അതായത് കടക്കാരനെ ഇത് പഠിപ്പിക്കണം. അപ്പോൾ കടക്കാരനാവുമ്പോൾ ഡോക്ടറല്ലല്ലോ, ഫാർമസിസ്റ്റിനെ ഇത് പഠിപ്പിക്കണം. ഈ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും? ഇതിനെ ഡോക്ടറെ പഠിപ്പിക്കും. ഡോക്ടർ ആരാ? കൃഷിക്കാരനാണ് ഡോക്ടർ. ശരിയല്ലേ? ഇതിനെ നന്നായിട്ട് വളർത്തുന്നത് ആരെ കൊണ്ട് പറ്റുള്ളൂ? കൃഷിക്കാരനെ കൊണ്ട് പറ്റൂ. അപ്പോൾ കൃഷിക്കാരനാണ് യഥാർത്ഥ ഡോക്ടർ. അപ്പോൾ ഈ ഫാർമസിസ്റ്റ് ഡോക്ടറോട് പറഞ്ഞു കൊടുക്കും ഇന്നതുപോലെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൃഷി നന്നാവും. ഈ ഒരു ശൃംഖല എത്രയും പെട്ടെന്ന് ഇന്ത്യ പോലൊരു രാജ്യത്ത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഈ കൃഷി സംബന്ധിച്ചുള്ള എല്ലാ മന്ത്രിമാരും എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കണം. എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണിത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് അവരെ കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കണം. എങ്ങനെയാണ് ഈ ആഹാരം ഉണ്ടാകുന്നത്? അന്നജം ഉണ്ടാവും, പാക്കീജനം ഉണ്ടാവും, അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ ബേസിക്കായിട്ട് അവർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അവരെ പഠിപ്പിക്കണം. ഇത് പരീക്ഷ എഴുതി പാസ്സാവാനല്ല, ഒരു സബ്ജക്റ്റ് ഇടുക. എന്നിട്ട് കൃഷി എന്താണ്, നീ എങ്ങനെയാണ് ചോറ് കഴിക്കുന്നത്, എങ്ങനെയാണ് നിനക്ക് ചപ്പാത്തി കിട്ടുന്നത്, നിനക്ക് എന്താ പറയുന്നത് മറ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അതിൻ്റെ ബേസിക് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ നമ്മൾ കൃഷി ചെയ്യാൻ എങ്ങും പോകണ്ട, നമുക്കൊരു പട്ടിണിയും വരത്തില്ല. ലോക രാജ്യങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റാൻ വേണ്ടുന്ന അത്രയും സ്ഥലവും ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ 4 കാലാവസ്ഥയും ചേർന്ന ഒരു രാജ്യമാണ്. നമുക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശമുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ കൃഷിക്ക് അത്യാവശ്യം. അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. രണ്ടാമത് വേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആൾ വേണം. അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. മൂന്നാമത് വേണ്ടതാണ് നമുക്ക് സ്ഥലം. ഇതെല്ലാം നമുക്ക് ദൈവം തന്നിട്ട് നമുക്ക് ആവശ്യത്തിൽ കൊള്ളുന്നുണ്ട്. പിന്നീട് നമുക്ക് മഴ, അതും ദൈവം തന്നിട്ട് ആവശ്യത്തിനുണ്ട്. അപ്പോൾ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഈ രാജ്യത്ത് നമുക്ക് ധാരാളം കൃഷി ചെയ്യാൻ ഇന്ന് നമുക്ക് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിൽ കൃഷിക്കാരെ ബോധവാന്മാരാക്കണം. ഈ പുതിയ തലമുറ നമ്മളെല്ലാം പറയുന്നൊരു കാര്യമാണ്, ഒരു കൃഷിക്കകത്തോട്ട് ഇറങ്ങുന്നില്ല. എന്താ കാര്യം? നമ്മളെല്ലാവരും അവിടെ തലയ്ക്കകത്ത് അടിച്ചു കയറ്റി വെച്ചു. എന്ത്? കൃഷി നഷ്ടമാണ്. നഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ആ വഴി കൂടെ പോകുമോ? കൃഷി ലാഭമാണെന്ന് അവരെ പഠിപ്പിക്കണം. കൃഷി ലാഭമല്ലേ? പഞ്ചാബിലെയും ഹരിയാനയിലെയും ഒക്കെ കൃഷിക്കാരൊക്കെ കോടാനുകോടീശ്വരന്മാരാണ്. നമ്മുടെ ഇവിടെ കൃഷി ചെയ്ത്
ഓടി കാർ വാങ്ങിച്ചവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? ഉണ്ട്. കൃഷി ചെയ്ത് ആരാണ് പരാജയപ്പെട്ടുള്ളത്? ഇവിടുത്തെയൊക്കെ വലിയ വലിയ പ്ലാന്റർമാർ. ഇവരെല്ലാവരും പറയും കൃഷി നഷ്ടമാണെന്ന്. എവിടെ നഷ്ടം? കൃഷി ഒരിക്കലും നഷ്ടമല്ല. അത് വെറും ഒരു കണക്ക് മാത്രമാണ്. കൃഷി നഷ്ടമാണെന്ന്. കൃഷി നഷ്ടമല്ല. പിന്നെ എങ്ങനെ നഷ്ടം വരും? വളം ആവശ്യമില്ലാതെ വാരിയിടുക. വളം വാരിയിട്ടാൽ രണ്ട് ദോഷമാണ്. ഒന്ന്, നമ്മുടെ കയ്യിലെ പണം ഒരുപാട് വളത്തിന് വേണ്ടി നഷ്ടപ്പെടും. രണ്ടാമതൊരു കാര്യം ഉണ്ടാവും. എന്താ ഉണ്ടാകുന്നത്? ഈ വളം ഇട്ടിട്ട് ഈ ചെടിയുടെ ഉൽപ്പാദനക്ഷമതയെ നശിച്ചു പോവുക, നന്നാവുമല്ല. അപ്പം ഇപ്പം നമ്മൾ ഷുഗർ കൂടുതൽ ഉപയോഗിച്ചാൽ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടും എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആഹാരം കണ്ടാനും ഉപയോഗിച്ചാൽ കൊളസ്ട്രോളും BP എല്ലാം വരും എന്ന് പറഞ്ഞ പോലെ ഓവറായിട്ട് നമ്മൾ വളം കൊടുക്കുമ്പം ഈ ചെടികൾക്ക് ഇത് നശിച്ചു പോകും. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന വളം എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് കൊമേഴ്ഷ്യൽ ക്രോപ്സുകൾക്കുള്ളതല്ല. കുരുമുളകിന്, ഏലം അതിനൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ വലിയ തെങ്ങിനും ഒന്നും കൊടുക്കാൻ ഇത് മാത്രം കൊടുത്താൽ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക്, അതായത് നമ്മുടെ വീട്ടിൽ കായ്ക്കുന്ന, ചട്ടിക്കകത്ത് കായ്ക്കുന്ന, പിന്നെ അതുകൂടാതെ ഇട്ട് നടാൻ അടിവളമായിട്ട്, പിന്നെ ചെറിയ ചെടികൾ, പച്ചക്കറികൾ, റോസ, അങ്ങനെയുള്ള എല്ലാത്തിനും നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ചെടികൾക്കെല്ലാം നമുക്ക് ഇടാൻ പറ്റുന്ന വളമാണിത്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഓരോന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ അതിനകത്തുള്ളത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഇതിനകത്ത് 7 ചാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. രണ്ടാമത് ഇതിനകത്തുള്ളത് റോക്ക് ഫോസ്ഫേറ്റാണ്. റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ മസൂറി ഫോസ് എന്ന് പറയും ഇവിടെ. മസൂറി ഫോസ്, രാജ് ഫോസ് എന്നൊക്കെ പറയുന്ന സാധനം. അത് ഇതിനകത്ത് 2 ചാക്ക് ഇട്ടിട്ടുണ്ട്. 1 ചാക്ക് 4 കൂട്ടം പിണ്ണാക്കിട്ടിട്ടുണ്ട്. അത് അപ്ടെക്കിൻ്റെ ആയിട്ടേക്കുന്നത്. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും. അത് 1/2 ചാക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ചാക്ക് ഇതിനകത്ത് നമ്മുടെ വേപ്പ് പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 18 എന്നുള്ള വളം ഞാൻ ഇതിനകത്ത് 10 കിലോ ചേർത്തിട്ടുണ്ട്. ഇത്രയും വളങ്ങൾ ചേർത്താണ് ഞാൻ ഈ വളം നിർമ്മിക്കുന്നത്. ഈ വളം ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഈ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നല്ല റിസൾട്ടാണ് ഈ വളത്തിന്. ഈ വളം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഒരു 10 ദിവസത്തേക്ക് എടുത്ത് ചാക്കിനകത്ത് വെച്ചാൽ, ഇതിപ്പോൾ ഞാനീ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയ ക്വാളിറ്റിയാണ്. ഈ 7 കിലോ ക്വാണ്ടിറ്റിയാണ്. ഈ 7 ചാക്കെന്നുള്ളത് 1 ചാക്കാക്കുവാണെങ്കിൽ അതനുസരിച്ച് ബാക്കി വളങ്ങളും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ചാക്കിനകത്ത് വെച്ചാൽ ഒരു 10 ദിവസം ഇത് നന്നായിട്ട് ചൂടാവും. അതിനുശേഷം ഇത് തണുക്കും. അതിനുശേഷം ഈ വളം ഞാൻ ഉപയോഗിച്ച് വളരെ സക്സസ് ആണ്. ഈ വളം മാത്രം മതി നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ചെടികളെല്ലാം വളരാൻ. ഇതിനൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെടികൾക്കെല്ലാം നമ്മുടെ എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്, പച്ചക്കറിയുടെ വേസ്റ്റ് ഇത് എല്ലാം കൊണ്ടുവന്ന് ഡയറക്റ്റ് ഇതിൻ്റെ ചോട്ടിലിടും. ഡയറക്റ്റ് ഇതിൻ്റെ ചോട്ടിൽ ഇങ്ങനെയുള്ള വളങ്ങൾ ദയവായിട്ട് ഇടരുത്. എന്ത് ചെയ്യണം? ഒരു കുഴി എടുക്കുക. ആ കുഴിക്കകത്ത് ഇതിട്ട് കുറേശ്ശെ മണ്ണ് മണ്ടക്കിട്ട് അവിടെ മൂടുക. ആ ഒരു കുഴി നിറയുമ്പം അതിൻ്റെ അടുത്ത് വേറെ ഒരു കുഴി കൂടെ എടുക്കുക. എന്നിട്ട് ആ കുഴിക്കകത്ത് ഇതുപോലെ തന്നെ നിറയ്ക്കുക. രണ്ടാമത്തെ കുഴി നിറയുമ്പോൾ ആദ്യത്തെ കുഴി പൊട്ടിക്കുക. അതിനകത്തു നിന്ന് വളമെടുക്കുക. ആ വളം നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എല്ലാം ഉണ്ടാവും. ഈ 2 വളം ഇനിയും ഇടേണ്ട ഡോസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ വളം ഉപയോഗിക്കുന്നത് ഒരു ചട്ടിക്കകത്ത് ഇടുകയാണെങ്കിൽ ഇതുണ്ട് ഇത്രയും വളം എടുത്തുള്ളൂ. ഇത്രയും വളം മതി ഒരു ചട്ടിക്കകത്ത്. പക്ഷേ ഇത് 15 ദിവസം കൂടുമ്പോൾ ഞാൻ ഇടും. എത്ര ദിവസമാണ്? 15 ദിവസം അത് ഇടണം. അല്ല, നമ്മൾ തറയിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും വളം ഇട്ടേക്കണം. തറയിലാണെങ്കിൽ അത് ഇത്രയും വളം ഇട്ടേക്കണം. കാരണം എന്താ? കുറേയൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ ഇത്രയും വളം തറയിലാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഏത് ചെടി വെക്കുന്നതിനും ഇതേപോലെ ഒരു 2 കിലോ മണ്ണിൻ്റെ കൂടി ഇടുക. എന്നിട്ട് കുറച്ച് കരിയിലപ്പൊടി കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നട്ടേ എല്ലാം നന്നായിട്ടുണ്ടാവും. കരിയിലപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ ഉണക്ക കരിയില വാരിയിട്ട് മണ്ണിൻ്റെ കൂടെ സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മണലും ഈ കരിയിലപ്പൊടി ഈ വളവും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് നട്. ഒരൊറ്റ ചെടിയും നഷ്ടപ്പെട്ടു പോകത്തില്ല. എല്ലാ ചെടിയും വളരും. ദയവ് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. ദയവ് ചെയ്ത് എല്ലാ വളക്കമ്പനിക്കാരും ദയവ് ചെയ്തൊരു കാര്യം ചെയ്യണം. എല്ലാ കൃഷിക്കാരിലേക്കും അവരുടെ വളത്തിൻ്റെ ഡോസേജ് എങ്ങനെയാണെന്നൊന്ന് എത്തിച്ചു കൊടുക്കാൻ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.